ഒരു മന്തി ഉണ്ടാക്കിയാലോ? ഒരു ക്യാപ്സിക്കം, കുറച്ച് പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഇതായി കാണുന്ന സ്പൈസസും ഒരു 3/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ചിക്കൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മാഗി ക്യൂബിലുണ്ടാവും, അപ്പോൾ കുറച്ച് മതി. പിന്നെ കുറച്ച് കളർ തീർത്തും ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ കളറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരിയും കൂടി ഒന്ന് വേവിക്കണം. അപ്പോൾ തിളച്ച് വരുന്ന വെള്ളത്തേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു സ്പൂണ് നെയ്യും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വിനാഗിരി ഒഴിക്കുന്നത് കൊണ്ട് അരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചില്ല. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടണേ. അപ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ ചോറ് നമുക്ക് ഊറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചിക്കൻ ഒന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഊറി വന്നിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റി വെക്കണം. ഇത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒരു 1/2 കപ്പ് ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഈ ചിക്കനിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഊറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് അതിന് കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ രണ്ടാമത് ബാക്കിയുള്ള ചോറും കൂടി ഇട്ടിട്ട് അതിക്ക് ബാക്കി വന്ന കുറച്ച് വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് ഒരു കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെക്കുക. എന്നിട്ട് പിന്നെ ഒന്ന് പുക ഇടണേ. ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് പുക വയ്ക്കണ ചോറും കൂട്ടാനൊന്നും പറ്റൂലെന്നല്ലോ. ഇപ്പോൾ നമ്മളിത് പുകച്ചുവയ്പ്പിച്ചിട്ട് തിന്നണം അല്ലേ, കാലം പോയൊരു പോക്ക്. അപ്പോൾ ഞാൻ കുറച്ച് കനലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് പുക വരുന്ന സമയത്ത് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തിട്ട് നോക്കിയാൽ നല്ല അടിപൊളി മന്തി റെഡിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.